വെൽക്കം ടു ഏഗൺ ലേണിംഗ്. അപ്പോൾ നമ്മുടെ ഹിന്ദി എക്സാമിന് 6 മാർക്ക് എന്ന് പറയുന്നത് ആശയം മാത്രമാണ്. അത് കൂടാതെയുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസും കൂടി ആഡ് ചെയ്താൽ 8 മാർക്കിന് അല്ലെങ്കിൽ 10 മാർക്കിനോളം ചോദിക്കുന്ന 2 കവിതകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കവിതകളുടെ ആശയം എന്തായാലും കവിതയിൽ നിന്നൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കവിതയുടെ ആശയം എന്നത്. അപ്പോൾ ഈ 2 കവിത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാതൃഭൂമി എന്ന കവിത നമ്മുടെ ഫസ്റ്റ് ടേമിന് പോർഷൻ ആണെങ്കിൽ പോലും സെക്കൻഡ് ടേമിനും പലപ്പോഴും ചോദിക്കുകയും ചെയ്യും. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് നമുക്ക് മാതൃഭൂമി എന്ന കവിത നോക്കാം. द्विवेदी युग के प्रसिद्ध कवि श्री मैथिली शरण गुप्त के प्रसिद्ध कविताओं में एक है मातृभूमि. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു പക്ഷേ ചോദിച്ചേക്കാം. മാതൃഭൂമി ആരുടെ കൃതിയാണ്? ആരാണ് മാതൃഭൂമി എന്ന കവിതയുടെ കവി എന്നൊക്കെ ചോദിച്ചാൽ मैथिली शरण गुप्त. इसमें कवि अपने जन्मभूमि का गुणगान करके उसके लिए अपनी जान भी देने का आह्वान करते हैं. അപ്പോൾ ഈ കവിതയുടെ ഒരു മെസ്സേജ് തന്നെ എന്താണ്? തൻ്റെ ജന്മഭൂമിയെ കുറിച്ച് ഗുണഗാൻ അല്ലെ വാഴ്ത്തി പാടുകയാണ്. പിന്നെ അതിനോടൊപ്പം തൻ്റെ ജീവൻ പോലും അർപ്പിക്കുവാൻ അല്ലേ, ഇപ്പം നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന പോലെ ഈ ജനിച്ച ഭൂമിക്കും ജീവൻ അർപ്പിക്കുവാനും തയ്യാറാണ്. അത്രത്തോളം ബന്ധം നമുക്ക് നമ്മുടെ ജന്മഭൂമിയോടുണ്ട് എന്ന സന്ദേശമാണ് ഈ കവിതയിലൂടെ നൽകുന്നത്. ഇസ് കവിത മേ കവി കഹത്തെ ഹേ. എന്നിട്ട് നമുക്ക് കവിതയുടെ ആശയം വിശദീകരിക്കാം. मातृभूमि के हरियाली के लिए नीला आकाश एक सुंदर वस्त्र की तरह शोभित है. ഇവിടെ പറയുന്നത് കവിതയിലെ മാതൃഭൂമി കെ ഹരിയാലി കെ ലിയെ അല്ലെ, കവിതയിൽ പറയുന്നുണ്ട് മാതൃഭൂമിയുടെ പച്ചപ്പിന് നീലാകാശം ഒരു വസ്ത്രത്തെ പോലെ ശോഭിതമാണ് അല്ലെ, തിളങ്ങുകയാണ്. സൂരജ് ഓർ ചാന്ദ് ഇസ്കി മുകുട് ഹേ. സൂര്യനും ചന്ദ്രനും മാതൃഭൂമിക്ക് ഒരു മുകുടമാണ്, കിരീടം പോലെയാണ്. സാഗർ ഇസ്കി കർദനി ഹേ. ഇനിയോ കടലാണെങ്കിലോ സമുദ്രം മാതൃഭൂമിയുടെ അരഞ്ഞാണമാണ്. യഹാം ബഹനെ വാലി നദിയാം പ്രേം കാ പ്രവാഹ് ഹേ. നമ്മുടെ രാജ്യത്തിലൂടെ ഒഴുകുന്ന നദികളൊക്കെ അതൊക്കെ എന്താണ്? പ്രേമപ്രവാഹമാണ്, സ്നേഹം ഒഴുകുകയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. താരെ ഓർ ഫൂൽ ഇസ്കെ ആഭൂഷൺ ഹേ. അപ്പോൾ ഇതിൽ ഒരുപാട് വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കും. കർദനി കാ മത്ലബ് ക്യാ ഹേ, അല്ലെങ്കിൽ സാഗർ അല്ലെ അർത്ഥം വരുന്ന വേർഡ് കവിതയിൽ നിന്ന് എടുത്തെഴുതൂ. ഇനി അത് കൂടാതെ ഇവിടെ ഇനിയില്ലെങ്കിൽ ചോദിക്കും മാതൃഭൂമി കാ ആഭൂഷൺ ക്യാ ഹേ. ആഭൂഷൺ എന്താണ്? താരെ ഓർ ഫൂൽ മാതൃഭൂമി കെ ആഭൂഷൺ ഹേ. പക്ഷിയോ സ്തുതി പാടക് ഹേ. ഇനി അതിനെ നമുക്കൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം. എന്താണ്? പക്ഷികൾ ആരാണ് മാതൃഭൂമിക്ക് വേണ്ടി പക്ഷികൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ആരാണ് സ്തുതി പാടകർ എന്നൊക്കെ ചോദിച്ചാൽ പക്ഷികൾ ഇങ്ങനെ പക്ഷികളുടെ ആ ശബ്ദം അത് മാതൃഭൂമിക്ക് സ്തുതി പാടുകയാണ്. ഇനി ആദിശേഷിക സഹസ്രഫൺ സിംഹാസന ഹേ. ഈ മാതൃഭൂമിയുടെ സിംഹാസനമാണ് ആദിശേഷിന്റെ ഫണ് എന്ന് പറയുന്നത്. ഫണ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സർപ്പത്തിന്റെ പത്തിയാണ്. ബാദലോ പാനി ബർസാക്കർ ഇസ്കാ അഭിഷേക് കർത്തേ ഹേ. ഇനി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, പാല് കൊണ്ട് അഭിഷേകം ചെയ്യുക എന്നൊക്കെ. അതുപോലെ മാതൃഭൂമിയെ മഴ, ബാദൽ, മേഘങ്ങൾ അത് എന്ത് ചെയ്യുന്നു? മാതൃഭൂമിയെ അഭിഷേകം ചെയ്യുന്നു മഴ കൊണ്ട്. കബി അപ്പിനി മാതൃഭൂമി കെ ഇസ് സുന്ദർ രൂപ पर क्या आत्मसमर्पण करते हैं. वे कहते हैं वास्तव में तो मातृभूमि सगुण साकार मूर्ति है. എന്ന് വെച്ചാൽ എല്ലാം തികഞ്ഞ ഒരു ഈശ്വരന് തുല്യമായിട്ടുള്ള ഒരു മൂർത്തി തന്നെയാണ് എന്ത്? നമ്മുടെ മാതൃഭൂമി. कवि कहते हैं कि इसके धूलि में लोट लोट कर बड़े हुए हैं. എന്നിട്ട് കവി പറയാണ് ഈ മണ്ണിൽ ഇഴഞ്ഞിഴഞ്ഞാണ് നമ്മളൊക്കെ ജീവിച്ചത് അല്ലെ. ചെറുതാകുമ്പോൾ നമ്മൾ മുട്ടുകുത്തി ഇഴയുന്ന ഒരു പ്രായമല്ലേ, ആ പ്രായത്തിൽ നമ്മൾ മണ്ണും പൊടിയും ഒന്നും നോക്കാതെ നമ്മൾ നമ്മുടെ ജനിച്ച ആ മണ്ണിൽ കിടന്നാണ് നമ്മൾ വളർന്നത്. ഇസി ഭൂമി पर घुटनों के बल पर सरक सरक कर ही पैरों पर खड़ा रहना सीखा. ഇനി ഈ മണ്ണിലാണ് നമ്മൾ നിൽക്കുവാൻ പഠിച്ചത്, വീണ് നിന്നത്. യഹാം രഖ് കർ ഹി ബച്പൻ മേ उसने श्री रामकृष्ण परमहंस की तरह सभी आनंद पाया.
ഈ ഭൂമിയിൽ നിന്ന് തന്നെ, മാതൃഭൂമിയിൽ നിന്നാണ് എല്ലാ ആനന്ദവും നേടിയത്. ഇസ്കെ കാരൻ ഹി ഉസേ ധൂലി ബരെ ഹീരെ കഹ്ലായേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മാതൃഭൂമിയെ പൊടി പുരണ്ട ഒരു ഹീര, രത്നമായിട്ടാണ് കാണുന്നത്. ഇസ് ജന്മഭൂമി കെ ഖോദി മേ ഖേൽ കൂദ് കർക്കെ ഹർഷ കാ അനുഭവ് കിയാ ഹെ. ഈ ജന്മഭൂമിയിലെ അതിൻ്റെ മടിത്തട്ടിൽ കളിച്ചുകൊണ്ട്, ഖേൽകൂദ് എന്ന് പറഞ്ഞാൽ കളിച്ചുകൊണ്ട്, ഹർഷ കാ അനുഭവ്, എല്ലാ സന്തോഷവും അനുഭവിച്ചു. ऐसी മാതൃഭൂമി को देखकर हम आनंद से मग्न हो जाते हैं. അങ്ങനെയുള്ള ഈ മാതൃഭൂമിയെ കാണുമ്പോൾ ഞാൻ സന്തോഷം കൊണ്ട് മുഴുകുന്നു, അല്ലേ? ആ മാതൃഭൂമിയെ കാണുമ്പോൾ തന്നെ അതിയായ സന്തോഷമാണ്. കവി कहते हैं जो सुख शांति हमने भोगा है वे सब तुम्हारी ही देन है. അപ്പൊ ഇവിടെ കവി പറയാണ്, നമ്മൾ ഇതുവരെ എന്തൊക്കെ സുഖങ്ങളും സന്തോഷവും അനുഭവിച്ചിട്ടുണ്ടോ അതൊക്കെ മാതൃഭൂമിയുടെ അനുഗ്രഹമാണ്. തുജ്സെ കിയേ ഗയേ ഉപകാരോं का बदला देना आसान नहीं है. അല്ലെ, ഈ ഭൂമി, ഈ മാതൃഭൂമി നമുക്ക് നൽകിയിട്ടുള്ള, പ്രകൃതിയിൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ള എന്തൊക്കെ സഹായങ്ങൾ നമ്മളോട് പ്രകൃതി കാണിക്കുന്നു, ഇതിനൊക്കെ പകരം തിരിച്ചു നൽകുക എന്നത് സാധ്യമല്ല. എപ്പോഴും നമ്മളെ തുലാസെ താന്നു നിൽക്കുള്ളൂ. യഹ് ദേഹ് തേരാ ഹെ. എന്നിട്ട് കവി പറയുന്നു, ഈ ദേഹം തന്നെ നിന്റേതാണ്, അല്ലെ, ഞാൻ തന്നെ നിന്റേതാണ്. തേരെ ഹി ജീവ് കണസേ സനി ഹുയി ഹെ. നിന്റെ ജീവകണങ്ങൾ കൊണ്ട് ജീവിച്ചതുമാണ്, അല്ലെ, ജീവനുള്ളതാണ്. അന്തമേ മൃത്യു ഹോനെ പർ യഹ് നിർജീവ് ശരീർ തൂ ഹി അപ്നായേഗ. ഇനി മരിച്ചു കഴിയുമ്പോഴും ഈ ജീവനില്ലാത്ത ഈ ശരീരവും നിന്നിലേക്ക് തന്നെയാണ് വരുന്നത്. മാതൃഭൂമി अंत में हम सब तेरी ही मिट्टी में विलीन हो जाएगा. അവസാനം നിന്റെ മണ്ണിൽ തന്നെ ഞങ്ങളെല്ലാം അല്ലേ ചേർന്നു എന്ന് വെച്ചാൽ മരണം കഴിഞ്ഞ് നമ്മൾ ആ മണ്ണിൽ അലിഞ്ഞ് ചേരും എന്നാണ് കവി പറയുന്നത്. सरल शब्दों में कवि मातृभूमि के लिए अपनी जान अर्पित करने की പ്രേരണ दे रहे हैं. അപ്പോൾ ഇതിലൂടെ കവി പറയുന്നത് നമ്മുടെ മാതൃഭൂമിക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതം തന്നെ അർപ്പിക്കാനും തയ്യാറായിരിക്കണം, അല്ലെങ്കിൽ തയ്യാറാണ്. അത്രത്തോളം കടപ്പാട് നമുക്ക് നമ്മുടെ ജന്മഭൂമിയോടുണ്ട്. ഇനി മറ്റൊരു കവിതയാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന സപ്നെ കാ ഭി ഹക്ക് നഹി. സപ്നെ കാ ഭി ഹക്ക് നഹി എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണാൻ പോലും ഹക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അവകാശമില്ല. ഹിന്ദി തർ പ്രദേശോ കെ ലേഖകോമേ ഡോക്ടർ ജെ ബാബു ഒരു മലയാളിയാണ്, അദ്ദേഹത്തിന്റെ കവിതയാണ് സപ്നെ കാ ഭി ഹക്ക് നഹി. ജെ ബാബു കാ മഹത്വപൂർണ്ണ സ്ഥാന ഹെ എന്ന് വെച്ചാല് ഹിന്ദി പ്രദേശത്ത് നിന്നല്ലാത്ത ഹിന്ദി കവികളിൽ ജെ ബാബുവിന് ഒരു മഹത്വപൂർണമായ സ്ഥാനമാണ്. सपने का भी हक नहीं उनकी एक महत्वपूर्ण कविता है. इसमें साधारण से साधारण एक मजदूर इनकी അവസ്ഥ കാ ചിത്രൻ ഹേ. ഇതിലെന്താണ്? സാധാരണയിൽ സാധാരണക്കാരിയായിട്ടുള്ള ഒരു തൊഴിലാളിയുടെ അവസ്ഥയാണ് ഈ കവിതയിലൂടെ പറയുന്നത്. ഏക് കമറേ വാലി ജോംപടി മേ രഹനെ വാലി ഗരീബ് മസ്ദൂരിൻ. ഇതിൽ പറയുന്നത് ഒരു തൊഴിലാളിയായ സ്ത്രീ ഒരു ഒറ്റമുറിയുള്ള ഒരു കുടിലിൽ കിടന്നുകൊണ്ട് അപ്പനെ ബച്ചോക്കോ സോ ജാനെ കെ ബാദ് തൻ്റെ കുഞ്ഞിനെയൊക്കെ ഉറക്കിയതിന് ശേഷം നീന്ത് മേ പട് ജാത്തി ഹെ ഉറങ്ങിപ്പോകുന്നു. ഓർ സപ്നെ മേ ലീൻ ഹോ ജാത്തി ഹെ പിന്നീടോ സ്വപ്നത്തിലേക്ക് അങ്ങനെ വീണു പോവുകയാണ്. സപ്നെ മേ അബ് വഹ് ഏക് വിശാൽ ഘർ മേ സോ രഹി ഹെ. സ്വപ്നത്തിൽ എന്താണ് ആ സ്വപ്നത്തിൽ അവർ വിശാലമായ ഒരു വീട്ടിലാണ് അവർ ഉറങ്ങുന്നത്, അതാണ് അവർ കാണുന്ന സ്വപ്നം. ദോ മൻസിൽ വാലി അപ്നെ ഘർ മേ ബഹുത് സാരേ കമരേ ഹേ. 2 തട്ടുള്ള വീട്ടിൽ, 2 നിലയുള്ള വീട്ടിൽ അപ്നെ ഘർ മേ തൻ്റെ വീട്ടിൽ എന്തുണ്ട്? ബഹുത് സാരേ കമരേ ഹേ. അപ്പൊ ഇവർ കിടക്കുന്നത് ഒരു കുടിലിലാണ്, അതും ഒരു മുറികളൊന്നും ഇല്ലാത്ത ഒരു കുടിൽ മാത്രം. പക്ഷേ ഇവർ കാണുന്ന സ്വപ്നത്തിൽ എന്താ കാണുന്നത്? വലിയ വിശാലമായ ഒരു വീടാണ്, ഒരുപാട് മുറികളുമുണ്ട്. ഖാനെ പീനെ സോനെ സെ ലേക്കർ ബൈഠക് ഓർ രസോയി കെ ലിയെ ഭി അലഗ് അലഗ് കമരെ. അപ്പൊ എന്താ ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത്? കഴിക്കാനും ഖാനെ പീനെ സോനെ
അല്ലെ, കുടിലിൽ നിന്ന് അവർ കാണുന്ന സ്വപ്നം കഴിക്കാനും കുടിക്കാനും സോനെ ഉറങ്ങാനും ഒക്കെ തുടങ്ങി. ബൈഠക് ഓർ രസോയി കേലിയെ ബി, ഇരിക്കുവാനും സിറ്റിംഗ് റൂമും, പിന്നെ അത് കൂടാതെ രസോയി കേലിയെ കിച്ചനും, അലഗ് അലഗ് കമരെ ഹേ, ഇതിനൊക്കെ വേറെ വേറെ റൂമുകളാണ്. വഹ് സോച്ച് രഹി ഹേ, എന്നിട്ട് അവർ ചിന്തിക്കുകയാണ് കി പൂജ കി കമര കഹാം രഖ്നാ ഹേ, അതാണ് അവർ സ്വപ്നത്തിൽ കാണുന്നത് ഒരു പ്രശ്നം. അവർക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വന്നു. ഒരുപാട് റൂമൊക്കെ ഉണ്ട്, പക്ഷെ എവിടെ ഞാൻ ഇനി പൂജാമുറി ഇനി എവിടെ സെറ്റ് ചെയ്യും എന്ന് ചിന്തിക്കുന്നു. അച്ചാനക് സപ്നെ മേ ഹി ഏക് ഡറാവാനി സച്ചായി ഉസ്കെ ആകെ ബാങ്ക് കെ നോട്ടീസ് കെ രൂപ് മേ ആദംതി ഹേ. പക്ഷെ പെട്ടെന്ന് ആ ഉറക്കത്തിലേക്ക് അവർ കണ്ടത് എന്താണ്? പിന്നീട് കാണുന്നത് ഒരു ബാങ്കിന്റെ നോട്ടീസ്, അല്ലെ, സ്വപ്നത്തിൽ നിന്ന് പോലും ആളുകൾ ഭയന്ന് ഞെട്ടി ഉണരുന്നു അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ. എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെ ഒരു വീട് നിർമ്മിക്കുക എന്നത് എത്രയോ പ്രയാസമായിരിക്കുന്നു. അത് സ്വപ്നം കാണാൻ പോലുമുള്ള അവസ്ഥ ഇന്ന് ഇല്ലാത്ത വിധത്തിലാണ്. इसके साथ साथ उसकी सारे सपने छिन्न भिन्न हो जाती है और जग जाती है. അല്ലെ, അതോടുകൂടി ആ ബാങ്കിലെ നോട്ടീസ് വരുന്നു എന്ന് കാണുന്നതോടുകൂടി ആ കണ്ട സ്വപ്നമൊക്കെ അവരിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് സന്ദേശവുമുണ്ട്. ഇന്നത്തെ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുമാണ്, അല്ലെ. അപ്പോൾ അങ്ങനെ സ്വപ്നം കാണാൻ പോലും ഇപ്പോൾ പാവപ്പെട്ട ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് ഒരു സ്വന്തമായ ഒരു വീട് എന്ന് പറയുന്നത് സ്വപ്നം കാണാനുള്ള അവകാശം പോലും ഇല്ല എന്നാണ് ഈ കവിതയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത്തരം ഒരുപാട് ക്വസ്റ്റ്യൻസ്, എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനിയും ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും എന്ന് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കൃത്യസമയത്ത് നിങ്ങൾ ലൈവിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ലൈവിൽ കാണാം. ബൈ.